ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചേട്ടനെ കൊണ്ട് തിരിച്ച് പോകാനായിട്ട് ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണ്, എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വന്നതാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഏട്ടനെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ നല്ല എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ എന്താ പറയുക, ചിരിച്ച് കളിച്ച് പോകുന്നു. ഞാനിനി എങ്ങനെ വീട്ടിൽ എത്തുമെന്ന് എനിക്കറിയില്ല. ആളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്കും വിഷമാവോ ഇല്ലേ എനിക്കറിയത്തില്ല ഗായ്സ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മയും ഞാനും പിന്നെ ചേട്ടനും പിന്നെ ഒരു മാമനും ഉണ്ട്. നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ കാണാൻ മറക്കല്, കമൻറ്റ് ഇടുക, ലൈക്ക് ഇടുക, പിന്നെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വായോ. അപ്പം ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഏട്ടൻ പോകുന്നതിന് മുമ്പ്. ഏട്ടന് ഇഷ്ടമാവുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഫോട്ടോ ഫ്രെയിമാണ് ഞാൻ കൊടുക്കുന്നത്. ഞങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആദ്യമായിട്ട് കണ്ടതും പിന്നെ പോകുന്നതിന് മുമ്പ് കണ്ടതുമായിട്ടുള്ള 2 ഫോട്ടോസാണ് ഞാൻ ഫ്രെയിം ചെയ്ത് കൊടുത്തത്. അപ്പോൾ എന്തായാലും ആളുടെ എങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് ഇഷ്ടമാവോ അതോ അയ്യോ ഞാനിത് ആദ്യമായിട്ടല്ലേ, അപ്പോൾ എനിക്കറിയത്തില്ല എന്തായിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നോക്കാം ആൾക്ക് ഇഷ്ടാവോ ഇല്ലേന്ന്. പിന്നെ ഇത് മേടിക്കാനൊന്നും പോയേ എന്തുവാ തുറന്നു നോക്കുമ്പോ അല്ലയോ അറിയാൻ അല്ലെ പിന്നെ പറയണ്ട. എനിക്കറിയാം ഫോട്ടോ ആയിരുന്നു. ഇതെന്തെടുത്ത് നമ്മള് ഇത് ഫസ്റ്റ് ഡേ ഉണ്ടപ്പോ ഉള്ള ഫസ്റ്റ് ഡേ. ഇതെന്നത്തെയാ ഇതെന്നത്തെയായിരുന്നു? ഇത് ലാസ്റ്റ് ഡേ. ഇഷ്ടായല്ലോ. ഇത് കഴിഞ്ഞാണോ ഫസ്റ്റ് ഡേ കണ്ടത്? മറ്റേ മാട്രിമോണി അയച്ച് കണ്ടിട്ട് ആദ്യമായിട്ട് പെണ്ണിനെ കാണാൻ വന്നില്ലേ, അന്നെടുത്ത ഫോട്ടോ ആയിരുന്നു ഇത്. എന്നിട്ട് ലാസ്റ്റ് തിരിച്ചാ ആരാ സുന്ദര ചെറുക്കൻ? എനിക്ക് മാത്രം വന്നില്ല. പൈക്ക് നോക്ക്. എനിക്ക് പൊറോട്ട വേണം. ഈ സാധനം ഞാൻ കഴിക്കും. എനിക്ക് പെട്ടെന്നൊരു ടെൻഷൻ. എന്തിനാ? എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ എന്തെങ്കിലും പരിപാടി കിട്ടും. നാട്ടിൽ തന്നെ ജീവിക്കുന്നതാണ് ഏറ്റവും അടിപൊളി. ഗൾഫ് ജീവിതം ശോകമാണ്. ഞാൻ ഹാർഡസ്റ്റ് പാട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഹാർഡസ്റ്റ് പാട്ട്. ഈ ഒരു സിറ്റുവേഷൻ ആണ് പറ്റാത്തത്. ഇങ്ങനെ പോകുന്ന ഈ ഒരു സിറ്റുവേഷൻ ഇനി ഒരു 10-15 മിനിറ്റ് ഞാൻ കൊണ്ടുവിടാൻ പോകുന്നത്. നമ്മളവിടെ ചെന്നിട്ട് സത്യം പറഞ്ഞ വിഷമം ഉണ്ടോന്ന് വെച്ചാ ഉണ്ട്, ഇല്ലാന്ന് വെച്ചാ ഇല്ല. പക്ഷേ വിഷമില്ലാത്ത എന്താ അപ്പോൾ ഇതെന്തിനാ ഇന്ന് പഞ്ചസാര ഇട്ട് ആമ പറഞ്ഞ
എനിക്ക് വിഷം ഇത് കോഫിയാണല്ലോ. ഭയങ്കര എനിക്ക് തലവേദനയായിരുന്നു വന്നപ്പോ. കറുത്ത് മുടി വാരി കെട്ടത്തുമില്ല, കിരിച്ചിട്ടോണ്ടാ കിടക്കും. മുടി കെട്ടി വെച്ച തന്നെ ഒരു കാണാൻ ഒരു രസമില്ല. ഓ ഇപ്പൊ രസമാണെന്നോ നിന്റെ വിചാരം? ഇപ്പൊ രസമാണെന്നാണോ വിചാരം? ഇപ്പൊ രസമാണെന്നാണോ വിചാരിച്ചിരിക്കുന്നേ? ഇപ്പൊ രസമാണെന്നാണോ വിചാരിച്ചിരിക്കുന്നേ? സെൽഫ് ലവ് ഈസ് മോർ ദാൻ എനി ലവ്. ഇംഗ്ലീഷൊക്കെ എവിടെ നിന്നാ? പെട്ടെന്നെ വാ. ചേട്ടൻ മോളെ എനിക്ക് വിഷമമൊന്നും ഇല്ലാത്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചാ, ഞാൻ ആ പോക്കോൺ ഉണ്ടായിരുന്നു. അല്ലെങ്കിലേ പത്തനംതിട്ട ഞാൻ വല്ലപ്പോഴും കണ്ടില്ല. അതെ അതെ, ഇങ്ങോട്ടും കാണുന്നത്. അതിനായിട്ട് അതെ അതെ, ഇതൊന്നും കാണണ്ട. പറഞ്ഞായിട്ട് 1 വർഷം എടുക്കും ഇത് തിരിച്ചു വരും. സമയായേ പോണ്ടേ, ചായ കുടിച്ചോണ്ടിരിക്കുന്നു. പോവാണ് നമ്മൾ, പോവാണ്. നമ്മളല്ല, ഞാൻ മാത്രമല്ല. ഉച്ചക്കാരൊക്കെ ഒന്നും കഴിച്ചിട്ടില്ല. അതെ, ചുമ്മാ ബീഫ് വീഡിയോപ്പോ വെട്ടി വിഴിക്കാണ്ട് ഇപ്പോഴാണ് നീ ബീഫും വെടിയപ്പോ എന്നോട് ഒരു ചായയും കൂടെ കഴിച്ചത്. അതെ 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 അതെ. എന്തോ വിശക്കുന്നെന്നോ പോവാണ് നമ്മൾ, പോവാണ്. ഏട്ടാ സ്വപ്നമൊന്നുമല്ല, അതല്ല, ഞാൻ നുള്ളി തറോ? എന്നെ വിളിക്കാൻ വന്നതല്ലേ ഇത് പറ. അല്ല, കൊണ്ടുവിടാൻ വന്നത്. അതെ, എന്നെ വിളിക്കാൻ വന്നതല്ലേ? അല്ല അല്ല അല്ല, ഇതോ നമ്മളെത്തിയല്ലോ. മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. രണ്ട് തുണി അത്രയും പോരെ, ഇനി എത്തി കൂടുതൽ അല്ല, അതിനകത്തുണ്ട്. വേറെ തുണിയൊന്നും ഇല്ല. അപ്പൊ എന്തോ ചെയ്യും ഇനി അവിടെ ഇടാൻ? എനിക്ക് അവിടെ എല്ലാം ഉണ്ടല്ലോ. ഇതെല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കൂല. വിഷമമുണ്ടോ? എന്തിനാ വിഷമിക്കുന്നേ? എന്തിനാ വിഷമിക്കുന്നേ? ഒരു 3 ദിവസം കഴിയുമ്പോ ഇങ്ങോട്ട് തന്നെ വരാമല്ലോ. പോണ്ടായോ? അതെ അതെ. അങ്ങനെ ചിരിച്ചും കളിച്ചും സംസാരിച്ചും ഒക്കെ ആ ഒരു ടൈം എത്തിയപ്പോൾ ആ ഒരു മൂഡൊക്കെ അങ്ങ് മാറി കേട്ടോ. എന്താ പറയുക, എനിക്കത് വാക്കുകൾ കൊണ്ട് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഫസ്റ്റ് വിചാരിച്ചിരുന്നത് ഇപ്പോൾ പത്തനംതിട്ടയായാലും അബുദാബിയിലായാലും എനിക്കൊരുപോലെയാണ്. ആളുടെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കാണാനോ അല്ലെങ്കിൽ നമ്മളങ്ങനെ കാണുന്നൊന്നുമില്ല. പക്ഷേ അമ്മയും പറയുന്നുണ്ടായിരുന്നു ഏട്ടന് ഭയങ്കര വിഷമമായിരുന്നു ഈ പ്രാവശ്യം. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടും ഏകദേശം ഒരു 15 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ എന്താ പോകുന്നുണ്ട്. അതിൽ ഏകദേശം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടും ഒരു പ്രാവശ്യമൊക്കെ എന്തൊക്കെ കാണാനും പറ്റിയിട്ടുള്ളൂ. ഇതാ അടുത്തതായി ഇപ്പോൾ ഇവിടെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വരുമ്പോഴാണ് കാണുന്നത്. എന്തായാലും ചേട്ടൻ ഇങ്ങനെ താറ്റയും പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ദൂരെ നിന്ന് ഞാൻ കാണുമ്പോൾ എനിക്ക് എന്താണെന്നറിയത്തില്ല, ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ എവിടെയൊക്കെ ഏട്ടൻ ഇങ്ങനെ ചെക്കിങ്ങിന് പോകുന്നോ അങ്ങോട്ടൊക്കെ പോയി ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഈ ടൈം ആയപ്പോൾ ഞാൻ ഭയങ്കര ഒറ്റപ്പെട്ടൊരു ഫീല്. നേരത്തെ കളിച്ച് ചിരിച്ച് ഏട്ടൻ്റെ തമാശയും പറഞ്ഞുകൊണ്ട് വന്ന ഞാൻ ഇപ്പോൾ തിരിച്ച് ഒരു നിശബ്ദത പോലെയാണ് പോകുന്നത്. പക്ഷേ സത്യം പറയാമല്ലോ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ് കേട്ടോ. ഇങ്ങനെ പറഞ്ഞ് ഇപ്പോൾ ഏട്ടൻ 2 മാസത്തിനകത്ത് തിരിച്ച് വരും, എങ്കിലും ഇതൊരു വല്ലാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലെത്തി. അമ്മയും എല്ലാവരും കൂടി എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് അമ്മയൊക്കെ ഇനിയിപ്പോൾ പോവും. അമ്മയൊക്കെ വീട്ടിൽ എത്തിയപ്പോൾ നല്ല ലേറ്റായി കേട്ടോ. ഇനി ഇവിടെ നിന്ന് വേണം പത്തനംതിട്ട പോകാനായിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ കൊടുത്ത ആ ഫ്രെയിം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. സത്യത്തിൽ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്.
എന്തോ 2 മാസമാണെങ്കിലും ആൾ പോയപ്പോൾ ഭയങ്കര വിഷമമാ. അതെങ്ങനെ ഞാൻ പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.